മനോഹരമായ ഒരു കൊച്ചരുവിയും അതിലെ വെള്ളച്ചാട്ടവും അതിനോട് ചേർന്നൊരു ക്ഷേത്രവും. അങ്ങനൊരു മനോഹരമായ കാഴ്ചയാണ് കോട്ടയം ജില്ലയിലെ കളത്തൂരിലുള്ള അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുത്തെ പ്രധാന ആകർഷണം ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന അരുവിയും അരുവിയിലെ വെള്ളച്ചാട്ടവും. അരുവി മുറിച്ചു കടന്ന് വേണം ക്ഷേത്രത്തിലേക്ക് എത്താൻ. ഏറ്റുമാനൂർ ക്ഷേത്രം വനമായി കിടന്നിരുന്ന കാലത്ത് പരമശിവനെ ആരാധിക്കാനായി പണിത ക്ഷേത്രമാണിതെന്നാണ് ഐതിഹ്യം. സ്വയംഭൂവായ മഹാദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇരട്ട ശ്രീകോവിലും ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ്. മഴക്കാലമാണ് ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. ഈ സമയത്ത് ഇവിടെ സന്ദർശകരുടെ ഒരു പ്രവാഹമായിരിക്കും. ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ ഇവിടെ ഒരു ഉത്സവത്തിനുള്ള ആളുണ്ടാവും. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 9:30 അടയ്ക്കുന്ന നട വൈകുന്നേരം 5:30 തുറക്കുന്നതാണ്. ഞായറാഴ്ചകളിൽ ഉച്ചയ്ക്ക് 12 മണി വരെയും നട തുറന്നിരിക്കുന്നതാണ്. വെള്ളച്ചാട്ടത്തിനടിയിലായി ഒരു ഗുഹയുള്ളതായും അത് നിലവിൽ മണ്ണുകൊണ്ട് മൂടപ്പെട്ടതായും ഇവിടുത്തെ പരിസരവാസികൾ പറയുന്നു. തൊടുപുഴയുള്ള മലങ്കര ഡാമിലെ ജലമാണ് ഇവിടെ അരുവിയിലൂടെ ഒഴുകുന്നത്. അരുവിയും പാറയ്ക്ക് മുകളിൽ വെള്ളിക്കൊലുസ് അണിയിച്ച പോലത്തെ ചെറിയ വെള്ളച്ചാട്ടവും ക്ഷേത്രവും പൂജാ സാധനങ്ങളുടെ ഗന്ധവും പച്ചപ്പും നീലാകാശവും ഒക്കെ ചേർന്നൊരു പ്രത്യേക അനുഭവമാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഗൂഗിൾ മാപ്പിൽ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷനിൽ കൃത്യമായി എത്തുന്ന. ഇവിടേക്കുള്ള വഴി നേരിയതും തകർന്നതുമാണ്. വലിയ വണ്ടികൾക്ക് സൈഡ് കൊടുക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ കാർ പാർക്കിങ്ങിന് സൗകര്യം ലഭ്യമാണ്. അരുവിയിലെ വെള്ളത്തിൽ നീന്തി തുടിക്കാനും ചാടി ഉല്ലസിക്കാനും ഒക്കെയായി നിറയെ കുട്ടികൾ ഇവിടെ വരാറുണ്ട്. അവരുടെ നിഷ്കളങ്കമായ സന്തോഷം കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ്. ക്ഷേത്ര പരിസരത്തിന് പകുതി വലം വയ്ക്കുന്ന അരുവി ക്ഷേത്രത്തിന് മുൻപിലായുള്ള പാറയ്ക്ക് മുകളിലൂടെ ഒഴുകി താഴേക്ക് പതിക്കുമ്പോൾ അതൊരു ചെറിയ വെള്ളച്ചാട്ടമായി മാറുന്നു. നല്ല ഭംഗിയുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടം. അരുവിയും പാറയ്ക്ക് മുകളിൽ വെള്ളിക്കൊലുസ് അണിയിച്ച പോലത്തെ ചെറിയ വെള്ളച്ചാട്ടവും ക്ഷേത്രവും പൂജാ സാധനങ്ങളുടെ ഗന്ധവും പച്ചപ്പും നീലാകാശവും ഒക്കെ ചേർന്നൊരു പ്രത്യേക അനുഭവമാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. കോട്ടയം ടൗണിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കോട്ടയത്തു നിന്നും ഏറ്റുമാനൂർ, അവിടെ നിന്നും വെമ്പള്ളി നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം നേരെ സഞ്ചരിക്കുമ്പോൾ അവിടെ ക്ഷേത്രത്തിന്റെ സൈൻ ബോർഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ സൈൻ ബോർഡിൽ കാണിച്ചേക്കുന്ന ലൊക്കേഷനിലേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യസ്ഥാനത്ത് എത്താവുന്നതാണ്.